പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ ഈ മാസത്തിന്റെ 4ാമത്തെയും അവസാനത്തേതുമായ വിശുദ്ധ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും തമ്പുരാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 31-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 31 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രയേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം ക്രൈസ്തവ ലോകത്തിന് എന്നും പ്രചോദനവും ആത്മീയ ഉത്തേജനവും നൽകുന്ന ഒരു അധ്യായമാണ്. അവസാന വാക്യമായ 31-ാം വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടു, യഹോവയുടെ മഹാപ്രവൃത്തി ഇസ്രയേൽ ജനം കണ്ടു. എന്താണ് ആ മഹാപ്രവൃത്തി? നമുക്കറിയാം, 10ാമത്തെയും അവസാനത്തേതുമായ കടിഞ്ഞൂൽ സംഹാരമെന്ന ബാധയിൽ കൂടെ ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്നും 430 വർഷത്തെ അടിമത്വത്തിനു ശേഷം വിടുവിക്കപ്പെട്ടു. എന്നാൽ ദൈവം ജനത്തെ വിടുവിച്ചിങ്ങ് കൊണ്ടുപോരുകയല്ല. ദൈവമഹത്വം മിസ്രൈമിനെ, ഫറവോനെ അറിയിക്കണമെന്നും ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ഈ 14-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അങ്ങനെ വീണ്ടും മിസ്രൈമ്യരുടെ ഹൃദയം കഠിനപ്പെട്ടു. ദൈവം കഠിനപ്പെടുത്തി. അങ്ങനെ അവർ വിശേഷപ്പെട്ട 600 രഥങ്ങളും അവർക്കുള്ള സകല രഥങ്ങളും തേരാളികളുമായി ഇസ്രയേൽ ജനത്തെ പിന്തുടരുകയാണ്. ഇതാ ചെങ്കടലിന്റെ മുൻപിൽ എത്തുന്നു. ജനം തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ വലിയ മിസ്രൈമ്യ സൈന്യത്തെ കണ്ട് നിലവിളിക്കുകയും മോശയോട് പിറുപിറുക്കുകയും ചെയ്തു. ഇത് കേട്ട് മോശ ദൈവസന്നിധിയിൽ അഭയാചന കഴിച്ചപ്പോൾ പറയുന്നു, നീ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? മുൻപോട്ട് പോകുക, നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടുക, ജനം അതിൽ കൂടെ കടന്നു പോകും. സംഭവം നമുക്ക് സുപരിചിതമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ 14-ാം അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്നു, ഈ വലിയ ചെങ്കടലിന്റെ കുത്തൊഴുക്ക്, രാത്രി മുഴുവനുള്ള മഹാശക്തിയുള്ള കാറ്റിനാൽ മതിലായി അവരുടെ ഇടത്തും വലത്തും ദൈവം നിർത്തി. മതിൽ എന്താണ്? നമുക്കറിയാം, സുരക്ഷിതത്വത്തിന്റെയും ഒരു വേർപാടിന്റെയും കരുതലിന്റെയും സംരക്ഷണത്തിന്റെ ഒക്കെ പ്രതീകമാണ് മതിൽ. അതെ, ഹുങ്കാര ശബ്ദത്തോടെ അലറിയാഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ചെങ്കടൽ ഇതാ ദൈവജനത്തിന് സുരക്ഷിതത്വം നൽകി അവരെ അക്കരെ എത്തിക്കുകയാണ്. അതേ മതിലിന് നേരെ, ചെങ്കടലിന് നേരെ രണ്ടാമതും മോശ തന്റെ കൈ നീട്ടിയപ്പോൾ ഇതാ ആ മതിലായി നിന്ന വെള്ളക്കെട്ട് വീണ്ടും ശക്തമായി ഒന്നിച്ചു ചേർന്നൊഴുകുകയും ഇത് കണ്ട് മിസ്രൈമ്യർ തിരിഞ്ഞോടി. എന്നാൽ വേദപുസ്തകം നാം പഠിക്കുന്നു, മഹാപ്രവൃത്തി ഇസ്രായേൽ ജനം കണ്ടത് എന്താണ്? അല്പം മുൻപ്
മിസ്രൈമ്യ സൈന്യത്തെ കണ്ട് നിലവിളിച്ച ഇസ്രായേൽ ജനം അതിലൊരാൾ പോലും രക്ഷപ്പെടാതെ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ മഹാപ്രവൃത്തി ഇസ്രായേൽ ജനം കണ്ട് ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തിന് ദാസനായ മോശയിൽ വിശ്വസിച്ചു. പ്രിയ ദൈവജനമേ, 2025 മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച ചില വേദനയേറിയ ഭാരമേറിയ നിങ്ങളെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വിട്ട് പിന്മാറാതെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളുമായി ഈ വിശുദ്ധ ദിനം ആരാധനയ്ക്ക് പോകുവാൻ ഒരുങ്ങുകയാണോ? പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണോ? നിങ്ങളുടെ മക്കളെ ചില നാളുകളായി പിന്തുടരുന്ന ചില സാത്താന്യ സ്വഭാവങ്ങൾ, അന്ധകാരത്തിന്റെ കെട്ടുകൾ, വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, ചില മാനസിക സംഘർഷങ്ങൾ, നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്ന അസ്വസ്ഥതകൾ, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ പിരിമുറുക്കത്തിലേക്ക് തള്ളിയിടുന്ന ചില അവസ്ഥകൾ, നിങ്ങളുമായി ബന്ധമില്ലാതെ ദൂരത്തായിരിക്കുന്ന നിങ്ങളുടെ ആൺമക്കൾ, പെൺമക്കൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലകളിലൊന്നും കാര്യങ്ങൾ എത്തിച്ചേരാതെ വല്ലാതെ തകർന്നിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകൾ, പുറത്താരോടും പറയാൻ വയ്യ, പറഞ്ഞാലൊട്ട് ആർക്കും മനസ്സിലാവുകയുമില്ല. വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മഹാപ്രവൃത്തി ചെയ്യുവാൻ മതിയായവനാണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. അതെ, മിസ്രൈമ്യർ ഇസ്രയേലിനെ പിടിച്ചടക്കുവാൻ പദ്ധതിയിട്ട് ഓടി വന്നു. ഇസ്രായേൽ ജനം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടുവെങ്കിലും ഒരു വാളോ ഒരു പരിചയോ ഒരു കുന്തമോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. സ്വർഗത്തിലെ ദൈവം ഈ വിശേഷപ്പെട്ട 600 രഥം ഉൾപ്പെടെ അവരുടെ സകല രഥങ്ങളെയും തേരാളികളെയും അതെ ആ വെള്ളത്തിലിട്ട് മുക്കിക്കൊന്നു കളഞ്ഞു. അവർ ചത്ത് കരക്കടഞ്ഞു. അത് ഇസ്രായേൽ ജനം കാണുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽ നമുക്കെതിരെ ഊടാടിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ, അവന്റെ കുതന്ത്രങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ, സന്തോഷത്തെ, സമാധാനത്തെ, ജോലിയെ, കുടുംബ ജീവിതത്തെ, ആത്മീയ വളർച്ചയെ, കുടുംബ പ്രാർത്ഥനയെ, വചന ധ്യാനത്തെ എന്നുവേണ്ട ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും വല്ലാതെ ഞെക്കി ഞെരുക്കിക്കൊണ്ട് നിങ്ങളെ ധർമ്മസങ്കടത്തിലാക്കുന്ന സകല പ്രതികൂലങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഇന്ന് തച്ചുടയ്ക്കട്ടെ. മിസ്രൈം സൈന്യങ്ങളെ തകർത്തെറിഞ്ഞതുപോലെ തമ്പുരാൻ നമുക്കെതിരെ വരുന്ന സകല തീമ്പുകളെയും ഒടിച്ച് അതിന്റെ മുനയെ തകർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് ഇന്ന് പകൽ വിടുതൽ നൽകട്ടെ. അതെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഈ വിശുദ്ധ ദിനം ദൈവം ഒരു മഹാപ്രവൃത്തി ചെയ്യട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ചില നാളുകളായി വിഷമത്തോടെ കാത്തിരിക്കുന്നു. മെയ് മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ നിങ്ങൾ ചില വിഷയങ്ങൾ മറുപടിക്കായി കാത്തിരിക്കുന്നു. ചില വിഷയത്തിന് വിടുതൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ചില യാത്രകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവപ്രവൃത്തി ഒരു മഹാപ്രവൃത്തിയായി ഇറങ്ങി വരട്ടെ. ശത്രു തോറ്റ് പിൻവാങ്ങട്ടെ. ദൈവജനം അക്കര കടക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, പിന്നെയും അടിമ നുകത്തിൻ കീഴിൽ ഇട്ടുകളയുവാനല്ല ദൈവം വിടുവിച്ചത്. ചെങ്കടൽ അക്കര കടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വല്ലാതെ ഭയപ്പെടുത്തി നിൽക്കുന്ന ചെങ്കടലും പിന്നിൽ
നിങ്ങളെ പിടിച്ചമർത്തുവാൻ അലറി ഓടി വരുന്ന സാത്താന്റെ മിസ്രൈമ്യ സൈന്യവുമാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ രണ്ടിന്റെ മേലും ദൈവം വിടുതലയക്കും. അതെ, ചെങ്കടൽ ദൈവജനത്തിനു വേണ്ടി വേർപിരിച്ചുവെങ്കിൽ, വിടുതലാക്കി കൊടുത്തുവെങ്കിൽ, അതേ ചെങ്കടൽ ദൈവജനത്തിന്റെ നാശത്തിനും അന്ത്യം കുറിക്കുന്നതിനും ദൈവം ഉപയോഗിക്കുവാൻ ഇടയായി. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്റെ മഹാപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിനമായി ഈ ഞായറാഴ്ച ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതിന് പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 5-ാം മാസത്തിന്റെ 4-മത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇസ്രയേൽ ജനത്തിനു വേണ്ടി മഹാപ്രവൃത്തി ചെയ്ത ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുന്നു. അപ്പാ, ചില വിഷയങ്ങൾ, ചില ഭാരങ്ങൾ, ചില അവസ്ഥകൾ ഇവ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. അവ മേലെല്ലാം ഇന്ന് പകൽ ദൈവത്തിന്റെ മഹാപ്രവൃത്തി വെളിപ്പെടണമേ. കരുതലോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ ഇതാ അവിടുത്തെ മക്കൾ അടുത്തു വരുന്നു. ഇന്ന് ഒരു വലിയ വിടുതലാക്കി തീർക്കണം. ദൈവകൃപ ഓരോരുത്തരുടെ മേലും ആവസിക്കണം. അങ്ങനെ എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, കുടുംബാംഗങ്ങളുടെ മേലും, തലമുറകളുടെ മേലും അതുപോലെ സംഭവിക്കട്ടെ. അതെ, ദൈവത്തിന്റെ ഒരു വലിയ മഹാപ്രവൃത്തി നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ. ഒരു വിടുതലായി തീരട്ടെ. ദൈവകൃപ ഓരോരുത്തരുടെ മേലും എപ്പോഴും ആവസിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.